as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guide and light. Fill our day with love so bright. Morning devotion, we come in faith. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തെ നയിക്കാനായിട്ട് കർത്താവ് നൽകിയതാണ് ന്യായപ്രമാണം. അവരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം അവർക്ക് വലിയ സവിശേഷത അവർക്ക് നൽകിയ ഒന്നായിരുന്നു ന്യായപ്രമാണം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രത്യേകതയായിട്ടാണ് ന്യായപ്രമാണത്തെ കാണുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയായി എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. കാരണം യേശു അങ്ങനെയാണ് പറഞ്ഞത്. യേശു പറഞ്ഞു, ഞാൻ വന്ന ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിപ്പാനായിട്ട്. യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണം നിവർത്തി. അതുകൊണ്ട് തന്നെ വചനം പറയുന്നത് യേശു ന്യായപ്രമാണത്തിന്റെ ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയാകും. ഇന്ന് ന്യായപ്രമാണം എവിടെയോ കല്ലിൽ എഴുതി വെച്ചിരിക്കുകയല്ല, ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ പ്രമാണം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിൽ. ഈ പ്രമാണത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന പ്രത്യേകത അനുസരിച്ചാൽ ജീവിക്കാം, അനുസരിച്ചാൽ ജീവിക്കാം. ആ പ്രമാണം പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് അനുസരിച്ച് പ്രമാണിച്ച് നടന്നാൽ നിങ്ങൾക്ക് ജീവിക്കാം. എന്നാൽ ഈ പുതിയ ഉടമ്പടിയുടെ പ്രമാണം അതല്ല. നിങ്ങൾ ജീവിക്കേണ്ടതിനായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം വെളിപ്പെടുത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്റെ പാപത്തിന് അവൻ വില കൊടുത്തു. എന്റെ ജീവൻ നിലനിർത്താനും എന്റെ അനുഗ്രഹത്തിനും എനിക്ക് വേണ്ടിയുള്ളത് സകലതും യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു. അത് ദൈവ സ്നേഹത്തിന്റെ അഗാധമായ വെളിപ്പാടായിരുന്നു എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുക. അത് മാത്രമാണ് കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തിരിച്ചറിവോടുകൂടെ. എന്ത് തിരിച്ചറിവോടുകൂടെയാണ്? എന്നെ ദൈവം സ്നേഹിക്കും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യണമെന്നല്ല. എന്നെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് അവൻ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത് നിവൃത്തിയാക്കി പൂർത്തിയാക്കി. ആകയാൽ ഞാൻ ആ തിരിച്ചറിവിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, യേശുവിനോടുള്ള ആഴമേറിയ ബന്ധത്തിൽ ഞാൻ ജീവിക്കും, നിലനിൽക്കും, വാഴും എന്ന ബോധ്യത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.